ഹായ് ഹലോ. അപ്പോഴേ നമ്മൾ കുറേ നാളായിട്ട് ഒരാൾ നമ്മുടെ വീഡിയോയിൽ മിസ്സാണ്. അപ്പോൾ ആളൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് എന്തി എന്നൊക്കെ കേട്ടോ. അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 മാസത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി. അപ്പോൾ നിങ്ങളും കൂടി ഞെട്ടണം കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ആളാണ് ആ ആള്. ഇങ്ങനെ കണ്ടോ ഈ ആളാ ഇത് കണ്ടോ. ഞാൻ ഓർമ്മ വെക്കുന്നത് അതെ എൻ്റെ തോളിൻ്റെ അത്ര ഉണ്ടായിരുന്ന ചെറുക്കൻ കൊച്ചി ഇപ്പം അവൻ്റെ തോളിൻ്റെ അത്ര ഉള്ളൂ ഞാൻ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റിയാണ് കേട്ടോ. കുറേ ആയി നമ്മൾ ക്രിസ്റ്റീനെ കണ്ടിട്ട്. ക്രിസ്റ്റിയുടെ കാലൊക്കെ കണ്ടോ. മാസം ഒരു 3 മാസം കൊണ്ട് അവന് ഇച്ചിരി പൊക്കം വെച്ചതേ. കാലൊക്കെ പോയി. എന്ത് കാണിച്ച കാലുവേ കളിച്ചത് ഫുട്ബോൾ കളിച്ചതാണ് കേട്ടോ. കാലൊക്കെ പോയി. ഇപ്പോൾ റെസ്റ്റിലാണ് ക്രിസ്റ്റി. അപ്പോൾ ക്രിസ്റ്റീനെ കണ്ടില്ല എന്ന് കുറേ പേര്. ഇന്നലെയും കൂടെ ഒരു ആൻറ്റി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ക്രിസ്റ്റീനെ ഒന്നും കണ്ടില്ല, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാവും, അവരെവിടെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവന്മാർ സ്കൂളിൽ പോവാണ്, അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വരുമ്പോഴും കാണാറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ജോയൽ സ്കൂളിൽ പോയി. പിന്നെ എബനേസർ വേറെ ഹോസ്റ്റലിലാണ് ഇപ്പം നിന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാനും അമ്മയും കൂടെ കൂടിയിട്ടേ തിരിച്ച് കൊല്ലത്തിന് പോവുകയാണ്. കൊല്ലത്തിനല്ല ഇന്ന് പോകുന്നത്, അരൂരാണ് പോകുന്നത്. അരൂര് അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഈ ഒരു ട്രാവലിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് കൊല്ലത്തിന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിന് ഇരുന്ന് പോയി പിന്നെ അടൂർ ഇറങ്ങി, അടൂരിൽ നിന്ന് ഭരണിക്കാവ് കയറി, ഭരണിക്കാവിൽ നിന്ന് നമ്മൾ ചുറ്റുമല പോയി, ചുറ്റുമലയിൽ നിന്ന് മൺറോത്തുരുത്ത് ഇറങ്ങി, അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രാത്രിയാവും. അതെ, ട്രാവലിംഗ് ആയിരിക്കും അത്. അപ്പോൾ മടുത്തും പോവും. പിന്നെ ഒരു 2 ദിവസത്തേക്ക് വൈകിയ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് എറണാകുളം പോയിട്ട്, എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഇപ്പം ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങിയാലും നമുക്ക് എറണാകുളം ചെന്നിട്ട് നാളെ 1:30 ട്രെയിനോ അല്ലെ 6:45 ട്രെയിനൊക്കെ നമുക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. 30 രൂപയ്ക്ക് വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കൊന്നിച്ചാര പൈസ ആയത് പൈസ അങ്ങ് എറണാകുളം പോയാലും അനുവയിലൊക്കെ സെയിം ആണ്. എന്നാലും നമുക്ക് എളുപ്പത്തിൽ മൺറോത്തുരുത്ത് ഇറങ്ങാം. മൺറോത്തുരുത്ത് നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ചേട്ടായി വരും, ചേട്ടായി വന്ന് വിളിച്ചോണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ആണെങ്കിലും എളുപ്പം അതല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുകയാണ്. പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിലും 2 ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത് ഞാൻ ക്യാഷിൻ്റെ കാര്യത്തിൽ ബാങ്കിലൊക്കെ പോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട്, പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ കുറച്ച് ക്യാഷും കൂടെ റെഡിയാവാനുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അമ്മച്ചിയുടെ സർജറി അടുത്ത ആഴ്ച. ഇന്നിപ്പോൾ ലിജിമോളും ചേട്ടായും പോയി ഡേറ്റ് എടുക്കും. അതിൻ്റെ വീഡിയോയൊക്കെ കുഞ്ഞച്ചിയുടെ ചേട്ടായുടെ ചാനലിൽ അവരിടും. അപ്പം കാണാം കേട്ടോ. അപ്പോൾ അവർ ഇന്ന് പോയി ഡേറ്റ് എടുക്കും. അപ്പോൾ ഡേറ്റ് എന്നാണെന്നൊക്കെ ഉള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം. അടുത്ത ആഴ്ച എന്തായാലും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉണ്ടാവും അമ്മയുടെ സർജറി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും വേഗം എല്ലാ കാര്യങ്ങളും നടക്കും. കാരണം അമ്മയ്ക്ക് ഇത് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നല്ലതുപോലെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അമ്മേനെ കൊണ്ട് ട്രിവാൻഡ്രം പോയി അല്ല അവിടെ വേറെ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ പോയി അവർ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് പിന്നെ താമസം വരും നമുക്ക്. അപ്പോൾ വേഗം എത്രയും പെട്ടെന്ന് ചെയ്യാവോ അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഒരു പ്രൈവറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിൽ വന്നത്. അല്ലെങ്കിൽ പൈസ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നത്. പൈസ കുറച്ചൊക്കെ റെഡിയായി, ഇനി കുറച്ചുകൂടെ റെഡി ആവുള്ളൂ. അതിപ്പോൾ നമ്മൾ എങ്ങനെയാലും സെറ്റാക്കും. എന്തായാലും അമ്മയുടെ കാര്യമാണല്ലോ. അമ്മയ്ക്ക് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അത്. അല്ലാതെ ഗവൺമെൻറ്റിൽ പോയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് അല്ലെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ നമുക്ക് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം. പിന്നെ ഇൻഷുറൻസും അതൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എടുക്കുമോയെന്ന് അറിയില്ല ഇൻഷുറൻസിൻ്റെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധിയിൽ ഒരു പദ്ധതി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശേഷം നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ പോയ പൈസയുടെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ മനുഷ്യനുണ്ടാക്കുന്നതല്ലേ പൈസ. അത് ഇന്നും ഒരു നാളെ പോലെ അമ്മ. പക്ഷെ മനുഷ്യൻ്റെ ആരോഗ്യം അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മകളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എൻ്റെ അമ്മയ്ക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മേനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കാണിക്കുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിറക്കുന്ന ഒരു സംവിധാനമാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ആശ്വാസമായിട്ടിരിക്കുക. എനിക്കതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് ഒരു ദിവസം പോലും അമ്മ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടുന്നെന്ന് പറയുന്നത്, കയറ്റം കയറുമ്പോൾ ശ്വാസം മുട്ടും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബോഡി ചെക്കപ്പൊക്കെ ഫുള്ള് അത്യാവശ്യം എല്ലാം തന്നെ കഴിഞ്ഞ്, വേറെ അതിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ആയിട്ട് ഇനിയിപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെയുള്ള ബാക്കി ഉള്ളതൊക്കെ പിന്നീട് ഞാൻ ഓരോന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ കാലത്തും ഓരോ അവസ്ഥയിലായിരിക്കില്ല.
അപ്പോൾ പലരുടെയും ചിന്താഗതികൾ ചിലപ്പോൾ എല്ലാവരും നല്ല കേട്ടോ, പലരും ചിന്തിക്കും നമ്മളൊന്നും ആയില്ല, നമുക്ക് ബാധ്യതകളാണ്, നമ്മൾ ഇപ്പം എന്നെ ഇപ്പോൾ എനിക്ക് കല്യാണം കഴിച്ചാൽ പോലും എൻ്റെ വീട്ടുകാരെൻ്റെ ബാധ്യതയാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ ഇന്ന് സമൂഹത്തുണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല, അതൊക്കെ ആ വഴിയെ അങ്ങനെ ചിന്തിക്കുന്നവരുടെയൊക്കെ ഒരിത്. പോട്ടെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാര്യമാണ്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനി ഞാനും അമ്മയും കൂടെ ഇറങ്ങട്ടെ. ബസ് ഇപ്പം തന്നെ ഒരു നല്ല ചാറൽ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് കുറയുന്നിട്ട്, പക്ഷെ കുറയാൻ ചാൻസ് ഇല്ല, അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ വലിയ മഴയാവുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രാർത്ഥിക്കുക എല്ലാവരും കേട്ടോ, നല്ല രീതിയിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വരണേന്ന്. ഇതുണ്ടോ ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാരണം വേറൊരു തൂക്കി പിടിക്കുന്ന ബാഗ്, എനിക്കത് പിടിച്ചോണ്ട് നടക്കുന്ന ഇഷ്ടം. കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, എനിക്ക് ആ ബാഗ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബാഗ് എടുത്തോളാം, ഇതാകുമ്പോൾ ഞാൻ പിടിക്കും, അമ്മ പിടിക്കേണ്ട കാര്യമില്ല. പൈസ എടുത്തോ? ഞങ്ങൾ രാജകുമാരി വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബസ്സിന് കയറി പോകണം. രാജകുമാരി വരെയാണ് നമ്മൾ ബസ്സിന് വന്നേ. ഇനി ഏതാ ബസ്സുള്ളതെന്ന് നോക്കാം. കയറി അങ്ങനെയാണ് ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ എവിടെ വന്നു? അടിമാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ അടുത്ത ബസ്സിൽ കയറി. അടിമാലി വരെയുള്ള ബസ്സിന് വന്നു, അവിടെ നിന്ന് അടുത്ത ബസ്സിന് കയറി. പെരുമ്പാവൂരിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവാം. അടിമാലി വന്നിറങ്ങിയിട്ടേ എന്തേലും മാറ്റം തോന്നുന്നുണ്ടോ? എന്താ? ഇല്ല. എന്താ മാറ്റം? എന്ത് മാറ്റം പറ. സ്റ്റാൻഡിലേക്ക് വന്നിറങ്ങുന്നതിലെ കയറി പോണതല്ല, അതിൽ വന്നിട്ട് ഇതിലേ കയറി പോവായിരുന്നു. ശരി, അതുകൊള്ളാം. രാജക്കാട് മുതൽ അടിമാലി വരെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിങ്ങ് വന്നു. അങ്ങനെ അടിമാലി വന്നിറങ്ങി, അടുത്ത ബസ്സിൽ കയറി. പിന്നെ മഴയൊക്കെ പെയ്യാനായിട്ട് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു, വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല. നേരുമാലം കാട്ടിലൂടെ പോരുമ്പോൾ ഒരു അടിപൊളി കാഴ്ച കണ്ടു. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കാണാൻ തോന്നുന്നു, അത്രയധികം ഭംഗിയുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. പണ്ടൊക്കെ ഇത് അത്രയധികം അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല, ഇപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടെന്ന്, ഇതിനെ ചിയാപ്പാറ എന്നും പറയും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ടൂറിസ്റ്റുകൾ ഇപ്പോൾ കൂടുതൽ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ടും ഈ വെള്ളച്ചാട്ടമൊക്കെ നല്ല രീതിയിൽ നല്ല ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നേരുമംഗലം കാട്ടിലൂടെ യാത്രയാകുകയാണ്. അത്ര മനോഹരമായ കാഴ്ചയാണ്. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും ഈ നേരുമംഗലം കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, അത്രയധികം ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ കോതമംഗലത്ത് വന്ന ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ട്. അതെ, ചോറ് കഴിക്കാൻ പോകണം. അമ്മച്ചിയുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് പ്രിയദർശിനി കയറിയത് വേണ്ട. പ്രിയദർശിനി കയറിയിട്ട് ഫസ്റ്റ് ടൈം അല്ല അമ്മ? ആദ്യമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വയറ്റിലേക്ക് പോകണ്ടേ. പ്രിയദർശിനി കണ്ടപ്പോൾ ഞങ്ങൾ ഉടനെ ആലുവയ്ക്ക് കയറി. ആലുവയിൽ പിന്നെ നമുക്ക് ബസ് കിട്ടുമായിരിക്കും. ചേർത്തല ബസ് കിട്ടും. ആലുവ സ്റ്റാൻഡിൽ വന്നിറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചേർത്തല ബസ്സല്ല, ഇതൊരു ട്രിവാൻഡ്രം ബസ്സാണ്. അങ്ങനെ ബസ്സിൽ കയറി അരൂർ വന്നിറങ്ങി കേട്ടോ. അരൂർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു വിത്തൗട്ട് ചായ കുടിച്ചിട്ടോ. അമ്മയ്ക്കും കൊടുത്തു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഓട്ടോ വിളിച്ച് അങ്ങനെ നമ്മൾ അരൂർ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഓട്ടോയിലൊക്കെ കയറി നമ്മളങ്ങനെ അരൂർ വീട്ടിലെത്തിയില്ല, നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല തലവേദന. ആഴ്ചയിലൊന്നും ഇവർ വരുന്നതെന്ന് ഇവിടെയുള്ളവർ ഓർക്കുന്നത്. ശരിയാ, ഞങ്ങളിനി അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരാഴ്ച പോലും ആയില്ല, അതിന് മുന്നേ ഇവിടെ എത്തി. അതൊക്കെ എന്താല്ലേ, അതൊക്കെ നോക്കണ ആരും എന്തിരിക്കുന്നത്.
ഇടയ്ക്ക് ലിതിയുടെ വീടുള്ളത് കൊണ്ടല്ലേ പോയി വന്ന് പോകാൻ പറ്റില്ല. ഒറ്റ അടിക്കുമ്പോൾ കൊല്ലത്ത് കൊണ്ട. ഹലോ കുഞ്ഞാൻറ്റി ആദ്യനെ കണ്ടില്ല. ഒന്നോടെ ഓ അരിയുടെ ഫേറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള മുടിയൊക്കെ വെട്ടിയേക്കുന്നേ. ഇപ്പൊ ഇച്ചിരി മെനയായി. അതെ. അപ്പൊ രാത്രി ഞാനും അതും കൂടെ അവിടെ പോടാ ഇപ്പറോ. അപ്പൊ ഞാനും അതും കൂടെ ചന്തയിൽ കടയിൽ പോവാണേ. ചിക്കൻ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചിക്കൻ അല്ലാതെ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചന്തയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളും പോരെ. ഓക്കെ 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 പറയടാ. അത് ഓക്കെ ഞങ്ങളെ കാണാൻ പറ്റില്ലായിരിക്കും കേട്ടോ. അങ്ങോട്ട് ചെല്ലുമ്പം കാണിച്ചു തരാം. നമ്മൾ വന്ന് റോട്ടിലെത്തിയിട്ടുണ്ടേ. റോട്ടിലല്ല, നമ്മുടെ മെയിൻ റോഡിൽ എത്തിയിട്ടില്ല. മെയിൻ റോഡ് എത്തിയില്ല. ഞങ്ങളങ്ങനെ സിറ്റി കൂടെ നടക്കും കേട്ടോ. ഇപ്പോൾ ആദ്യം ഡ്രാഗന്റെ മുട്ട കിട്ടിയാൽ അതെ ഡ്രാഗന്റെ മുട്ട മേടിക്കാൻ വേണ്ടി പോവാം. പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. വഴി കണ്ടത് അതൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ അത് ഐസ് ഫാക്ടറി ആണേ. ശരി. അങ്ങനെ ഞാനും അത് നിങ്ങളുടെ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നത്. ഏലിക്കുട്ടിയമ്മ സവാളയൊക്കെ പൊരിച്ച് കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇവർ. ഞാൻ കൂടട്ടെ ഇനി. അപ്പോൾ നമ്മൾ നാളെ ഇനി നേരെ കൊല്ലത്തിന് പോവും. അമ്മച്ചിയുടെ ഡേറ്റ് എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഡേറ്റ് എടുത്തേക്കുന്നത് വ്യാഴാഴ്ചത്തേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ പ്രാർത്ഥിക്കുക. പിന്നെന്താ പിന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നു. നാളെ ഞങ്ങൾ എന്തായാലും നേരെ കൊല്ലത്തിന് പോകണം. നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ്. ഇവിടെ ഇപ്പോൾ ലിതിമോള് പറയുന്നത് നാളത്തെ കഴിഞ്ഞ് പോയാൽ മതി എന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഒരു ദിവസം നിന്നിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞതുകൊണ്ട് മേ ബി നാളെ കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. കറക്റ്റ് അറിയില്ല. എന്താ അമ്മ പറയണം? നമുക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചപ്പം ഇഞ്ചി അരി വന്നു. പേടിയൊന്നുമില്ല. ദൈവം കാക്കുമല്ലോ നമ്മളെ, അത്രേ ഉള്ളൂ. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലും എന്നേലൊക്കെ ഒരു ഇതുണ്ടാവും. പരീക്ഷണങ്ങളേ ഉള്ളൂ. അതെ, ലൈഫിലൊരു 2020 തൊട്ട് പരീക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2020 അല്ല, അച്ചായിക്ക് അസുഖം വന്നൊരു 12 വർഷം അച്ഛന് ചാച്ചായി ഇരുന്നേച്ച്. അതുമുതലേ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതം. പക്ഷെ എന്നാലും ഇത്ര വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചില ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ദാരിദ്ര്യം എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഓട്ടം തന്നെ ഓട്ടം. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.